തറവാടി വീഡിയോയിലേക്ക് എല്ലാ തറവാടികൾക്കും സ്വാഗതം. മൈൻക്രാഫ്റ്റ് കേരള നാട്ടിലെ ജീവിതം സർവൈവൽ സീരീസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം. ഗൈസ്, ഇതാണ് നമ്മുടെ വേൾഡ്. നമുക്ക് വേൾഡ് തുടങ്ങിയപ്പോൾ തന്നെ നായിനെ കണ്ടിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ കണ്ട ബോണ് കൈ പിടിച്ച് കഴിഞ്ഞാൽ ഈ കളർ ഡോഗ് കുഴപ്പമില്ല ഗൈസ്. കണ്ടാ ഒറ്റ ഒന്നിൽ ടൈമായി ഗൈസ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഒറ്റയ്ക്കല്ല ഗൈസ്. കമോൺ. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് വേണം പറയാൻ. സോ നമുക്ക് ഈ ഡോഗിൻ്റെ ഒരു പേരിടണം. ഒക്കെ നമുക്ക് സെറ്റാക്കാം ഗൈസ്. വേഗം പോയി ചാച്ചട്ടെ. അപ്പോൾ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ബെഡും കയ്യിലെടുത്ത് ഈ നമ്മളെവിടെ പോയാലും നമ്മുടെ തറവാടി നായി വേണ്ട, നമുക്കൊരു പേര് നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുക ഗൈസ്. ഇനി നമുക്കൊരു സൂത്രം കാണിക്കാം. ആദ്യം നമുക്ക് എന്തെങ്കിലും സാധനം കാണണം, എന്നിട്ട് അതിനടിച്ചാൽ ബാക്കി അവിടെ നായി കൊന്നോളൂ. ഗൈസ്, അവിടെ 2 കോഴിക്കുട്ടന്മാരുണ്ട്. എന്താ മുന്നോട്ട് പോവാൻ ഞാൻ ആ ബട്ടൻ്റെ മുകളിലല്ല എനിക്ക് ഇതെടുക്കുക, ഒരടി അടിക്കുക. ഇനി നമ്മുടെ നായ്ക്കുട്ടൻ കൊന്നോളും. അതിനെ കൊന്നു. ഇനി ഇതിനെ കൊല്ലുന്നില്ലേ? ഗൈസ്, ഇനി നമുക്ക് ഫുഡിന് നമ്മുടെ സ്വാഡിൻ്റെ ഇത് കളയേണ്ട ആവശ്യമില്ല. അതുപോലെ എക്സ്പിയും കിട്ടും. സോ നമ്മുടെ നായിലെ സീനാണ് ഗൈസ്. പൊടികാടായിട്ടുണ്ട്. സത്യത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് യാതൊരുവിധ പ്ലാനും ഇല്ല. സോ നമുക്ക് ആദ്യം നമ്മുടെ കോർഡിനേറ്റ്സ് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. സോ അത് വലിയ വിഷയം ഉണ്ടാവില്ല. ഓക്കെ, കുറച്ച് ദൂരോട്ടൊന്ന് പോയേക്കാം. ഞാൻ ഈ കളറല്ലാതെ ഒറ്റയ്ക്കന്നെ ഗൈസ്. വില്ലേ എടാ മണ്ട ഗൈസ്, ബ്ലാക്ക് സ്മിത്ത്. ഗൈസ്, അമ്മയാണ് സത്യം, സ്ക്രിപ്റ്റഡ് അല്ല. സത്യമായിട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഗൈസ്. ഡാഗിനെ മൂമ്മേൻ്റെ വീട്. വൈദവേ, ഞാൻ ഈ വീടിന് ശുക്ലാംബരധരം വിഷ്ണു നല്ലേ തരണേ. ഗൈസ്, നമുക്ക് ചില്ലറ കോളം നല്ല ഗൈസ് അടിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മ ഒരു പൊളിക്കും. ബ്രെഡ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിടാം. അപ്പോൾ സ്ഥലം നമുക്ക് അങ്ങനെയും കിട്ടും. ഒബ്സിഡിയൻ, സ്റ്റോണിൻ്റെ പിക്കാക്സ് കയറൂല. ബെഡ് വേണ്ട, 2 അയേണ്, കുറച്ച് ഫുഡ്, കുറച്ച് റോട്ടം ഫ്ലഷ്, ഇത് ആയി ഗൈസ്. നമുക്ക് വേണ്ട ബേസിക് ആർമറും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കി ഇനി ഇതൊക്കെ എടുത്ത് മേലണിയാം. നമ്മുടെ മുണ്ട് ഇനി കാണൂല, കുഴപ്പമില്ല. ഹെൽമെറ്റും കൂടി ആയാൽ നമുക്ക് ഫുൾ സെറ്റ് ആർമറായി ഗൈസ്. ഹലോ മച്ചു, നമുക്ക് ഇവനെ ഇവിടെ പൂട്ടിയിടാം ഗൈസ്. നമുക്ക് എപ്പോഴെങ്കിലും വില്ലേജേഴ്സിന് ആവശ്യം വരുമ്പോൾ ഇവിടെ വന്നിട്ട് എടുക്കാം. നമുക്കൊരു വില്ലേജർ ബ്രീഡർ സെറ്റാക്കണം ഗൈസ്. ഇതത്ര വലിയ നെക്സ്റ്റ് ബ്ലാക്ക് സ്മിത്ത് ഹൗസ്. തറവാടി നെതർ പോർട്ടൽ ഉണ്ടാക്കാനുള്ളത് ഫുള്ളായ 4 അപ്പോൾ ബാക്കിയുള്ളവിടെ
6 4 10 10 മതിയോ ഗൈസ്? 3 പിക്കാക്സ്. സന്തോഷം കൊണ്ടേ. ഫാർമർ 2 ഡാഗിനി അമ്മൂമ്മ. നോ വേ ഗൈസ്. അടുത്ത ബ്ലാക്ക് സ്മിത്ത് അല്ലേ ഇത്? ഗൈസ് അമ്മയാണ് സത്യം. ഞാനിത് ഇന്നേ വരെ കണ്ടിട്ടില്ല. ഞാനിത് എന്ത് തോന്നിയ സീഡ് അടിച്ചതാണ് ഗൈസ്. ഇതിപ്പോൾ എത്ര പറഞ്ഞാൽ നിങ്ങൾ സ്ക്രിപ്റ്റഡ് ആണല്ലേ വിശ്വസിക്കൂ. ലൈബ്രറിയൻ. ഇത് വൈകി ഗൈസ് നമുക്ക് കോൾ അടിച്ചു. ഇതൊന്നുമില്ല. നമ്മുടെ സ്പോൺ എന്തായാലും ഒരു കിടുക്കാച്ചി കിണ്ണം കാച്ചി സ്ഥലത്താണ് ഗൈസ്. അതിലും അടിപൊളിയാണ് നമ്മുടെ സ്പോൺ. നമുക്കിനി കുറേ ബ്രെഡൊക്കെ ഉണ്ടാക്കി തിന്നാം. അതിനായിട്ട് ഈ ഹേബയിലൊക്കെ പൊടിച്ചെടുക്കാം. ഇയാളെന്താ ചിന്താവിഷ്ടനായി നിൽക്കുന്നത്? വീട്ടിൽ പൊട്ടറ്റോ ഗൈസ് നമുക്ക് കൃഷി ചെയ്യാനുള്ളതായി. ബ്രെഡും ഇതിൻ്റെ അകത്ത്. ഓക്കെ ദെൻ ഇനി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനാ. ഈ വീടുണ്ട്. വീട്ടിലെന്നെ ഉണ്ടോ? ഉണ്ട്. കുറേ ഒരു സഞ്ചി ഉള്ളതുകൊണ്ട് അത് ഉപകാരമായി. 2 ഡയമണ്ട്. ഇതൊന്നും പോല. പിന്നെ ഇതെടുത്ത് ഇതിൻ്റെ അകത്തിട്ട് ഇതും ഇതിൻ്റെ അകത്തിടാം ഗൈസ്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ബോണും കുറച്ച് അത് പോട്ടെ. അത് മാത്രമായിട്ട് വെച്ചാൽ നടക്കണ്ട. ഒരു വടിയുണ്ട്, അതവിടെ കിടക്കട്ടെ. അയ്യോ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഡയമണ്ടുള്ള കിഴി ഇവിടെ വെച്ചിട്ട് പോകുമായിരുന്നു. നമ്മുടെ ഗോളം ചേട്ടനെ ഞാൻ നേരത്തെ ഒരു നോക്ക് കണ്ടിരുന്നു. എവിടെ പോയി? ഞാൻ തൽക്കാലം ഇപ്പോൾ ബേസിക്കലി ഒരാൾ വീട്ടിൽ കയറ. അപ്പോൾ നമ്മൾ ഇയാൾ പോട്ടെ. കറിക്കുള്ളൂ സഹോദര. കയറും കയറും കയറ്. മറ്റേനും കൂടി പുറത്താക്കിയാലോ എൻ്റെ സ്വഭാവം മാറുക. യെസ് യെസ്. ഇപ്പോൾ 2 വില്ലേജറിനെ നമ്മൾ ഇതിനകത്ത് കൂട്ടിയിട്ടു. സോ നമുക്ക് ആവശ്യത്തിന് ഇനിയിപ്പോൾ 3 വില്ലേജേഴ്സ് ഉണ്ട്. നമുക്കിനി നമ്മുടെ ഡാഗിനി അമ്മൂമ്മേൻ്റെ വീടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ മറ്റേ കോൾഡ്രോൺ ഉള്ള ഇതുണ്ട് ഗൈസ്. യാഹൂ. അത് ശരി, നീ ഒരു കിണ്ണം കാച്ച്. ഗോളണ്ണ ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് നമ്മുടെ വില്ലേജേഴ്സിനെ അവിടെ നിൽക്കാൻ നല്ലപോലെ നോക്കണം. ഓക്കെ. ഈ മണ്ടൻ മസിലും പെരുപ്പിച്ച് നടക്കുക, ബുദ്ധിയില്ലാത്ത മണ്ടൻ. ഹായ് ഗൈസ്. ക്യാരറ്റും ബീട്രൂട്ടും ഒന്നെങ്കിലും വേഗം എടുക്കാം. മറ്റേ ഇപ്പോൾ ആ വില്ലേജർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ക്യാരറ്റ് മുഴുവനാക്കാണ്ട് നിങ്ങെടുത്തത്. നീ എന്തിനാടാ മണ്ടാ പോയി വെള്ളത്തിൽ ചാടുന്നേ? എന്തിനാടാ? അപ്പോൾ ഗൈസ് നിങ്ങളുടെ സജഷൻസ് നമ്മുടെ ഡോഗ് കൂട്ടിനിടാൻ പറ്റിയ നല്ല സജഷൻസ് പേരിടുക. വേണമെങ്കിൽ അവൻ്റെ കളർ ടീമൊക്കെ ആയിട്ട് മാച്ചായ പേരൊക്കെ ഇട്ടോളൂ. നോ വിഷയം. അപ്പോൾ ഗൈസ് നമുക്ക് 42 ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്.
ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണ് ഗൈസ്. നമുക്ക് നമ്മുടെ വേൾഡ് കളിക്കാൻ പുതിയൊരു സുഹൃത്തിനെ കിട്ടി. അതുമാതിരി 3 ബ്ലാക്ക് സ്മിത്ത് ഉള്ള ഒരു വില്ലേജും കിട്ടി. അതായത് മൂന്നാമത്തേൽ വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ആദ്യത്തെ 2 കിടുവാണ്. അത് ഞാൻ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലായി. ഇത് യാതൊരു തരത്തിലും സ്ക്രിപ്റ്റഡ് അല്ല. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചെത്തിയത് സത്യത്തിൽ. ആരെന്ന് നോക്കി എന്ന് രാത്രി ആയിട്ട് ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ ഇവനെയും പൂട്ടി. ഇപ്പോൾ നമുക്ക് വേണ്ട ആവശ്യത്തിന് 4 വില്ലേജസായി. ഇവിടെ ആരും കയറിയിട്ടില്ല. അതാ ഗൈസ് മറ്റേ ഗ്രീൻ കോട്ടഡ് മറ്റേ മണ്ടേ, ഒരു ഉപകാരമില്ലാത്ത തീട്ടം. ഗൈസ് ഈ സാധനം എടുക്കുക. ഇത് ശരിക്കും ഉണ്ടാക്കാൻ എന്തോ അയാളെത്താൻ വേണ്ടേ. സോ നമുക്കതെടുത്ത് പൊളിക്കാം. എന്തുകൊണ്ട് പൊളിക്കാം? അപ്പോൾ നമുക്ക് അതായിട്ടുണ്ട്. അവര് നൈറ്റും ആവുന്നുണ്ട് ഗൈസ്. രാത്രി നമുക്ക് വില്ലേജിൽ തങ്ങാം. അയ്യോ എൻ്റെ ഡോഗി എവിടെ? ഡോഗി ബബ്ബ അല്ല ഡോഗി അവനേടേത്? ആർക്കറിയാം. നമുക്ക് ഉറങ്ങിയിട്ട് വേറെ ഇതൊരുത്തി നമുക്ക് ഉറങ്ങാം. ഇതെന്നൊരു സൗണ്ട്. എൻ്റെ നായിനെ ഏതെങ്കിലും കൊല്ലുന്നുണ്ടോ? നായി വേറെ ഏതെങ്കിലും നായി? എടാ മണ്ട വാ. വിവരമില്ലാത്ത നായിനെയാണ് കേസ് എനിക്ക് കിട്ടിയത്. ഹൈ അയ്യോ ഈ പടി വാങ്ങി കൂട്ടിയേനെ. വേറെ എന്തെങ്കിലും സീഡുണ്ടോ? ഇല്ല ഗൈസ്. നമുക്കിനി എന്തെങ്കിലും വേണ്ടപ്പോൾ ഇവിടെ വന്ന് നമുക്ക് തുറക്കാം ഗൈസ്. ഇങ്ങോട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ബേസിക്കലി നമ്മളൊരു തറവാടി സ്റ്റൈൽ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺക്രീറ്റിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. സോ അതിന് വേണ്ട കുറച്ച് സാൻഡും ഗ്രേവലും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ നല്ലൊരു ലാഭമായി. ഗൈസ് ഇവിടെ വേണം നമുക്കൊരു വീട് സെറ്റാക്കാം അല്ലേ. ഇതാണ് ശരിക്കും ഒരു മറ്റേത് അടിപൊളിയാണ്. മറ്റേ ജംഗിളാണ് ഗൈസ്. എനിക്ക് ജംഗിൾ ബേസിക്കലി വലിയ ഇഷ്ടമല്ല. മീൻസ് ഇതിൻ്റെ അത്ര ഇഷ്ടമല്ല. അത് മാത്രമല്ല നമുക്ക് കോൺക്രീറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ട ഫ്ലവേഴ്സ് ഇഷ്ടമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. ഇവിടെ ഒരു കേവും ഉണ്ട് അത്യാവശ്യം മൈനിങ്ങിന്. സോ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഞാൻ ഇതിൻ്റെ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളും ഒന്ന് പോയി നോക്കട്ടെ. അവസാനം ഞാൻ ലോസ്റ്റ് ആവുമോ ഗൈസ്? മറ്റേ കേവിൻ്റെ ബാക്കി തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ അന്ന് ഫുഡ് അടിക്കട്ടെ ഗൈസ്. നമുക്ക് ഇങ്ങനെ മേങ്ങി പോവാം. അതൊരു വിഷയമല്ല. ബേസിക്കലി ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് വളരെ 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 ഇഷ്ടമായി. ബൈ ദ വേ സോറി ഗൈസ്, ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ദൈവം ഇരിക്കുന്നുണ്ട് ഗായ്സ്. നമുക്ക് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ സാൻഡ് വേണം. അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഗൈസ് ഗൈസ് നമുക്കിവിടെ അത്യാവശ്യത്തിന് കുറച്ച് സാൻഡ് ഉണ്ട്. അത് ഓക്കെയാണ്. അപ്പോൾ എവിടുന്നായാലും വന്നേ. അവിടെ കുറച്ച് പംകിൻ ഉണ്ട് ഗൈസ്. ഇവിടേക്കല്ലേ വില്ലേജ്? ഇടയ്ക്ക് ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ക്ലിക്കാവുന്നില്ല ഗൈസ്. ഞാൻ മിസ് ക്ലിക്കാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. അതന്നെ. നമ്മുടെ വില്ലേജിലേക്ക് തിരിച്ചെത്തി. അത് മാത്രമല്ല ഗൈസ്, നമ്മളെ വില്ലേജിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നതാണ് സേഫ്. കാരണം എന്താ വെച്ചാൽ ആണ് നല്ലത്.
നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ട വില്ലേജേഴ്സായി. ഇതിൻ്റെ അകത്ത് 2 വില്ലേജറുണ്ട്. ഗ്രൈൻഡ് സ്റ്റോൺ നമുക്ക് വേണം. നമുക്ക് വേണമെങ്കിൽ ലാവയുണ്ട് ഗൈസ്. അപ്പം നമുക്കിനി ഇതുണ്ടാക്കാം. പണ്ടാരത്തിൻ്റെ പേരെന്തായിരുന്നു? പോർട്ടൽ ഇതാക്കാം. പോർട്ടലിന് 10 മതിയോ? അതോ ഇതിലൊക്കെ എത്ര നടന്നതാ? വേണം. നമുക്ക് പിന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം കയ്യിൽ ഡയമണ്ട് ഉണ്ട്. വെറുതെ റിസ്ക് എടുത്ത് പോക്കണ്ട. ഇവിടെ വേറെ ഏതൊരു ഡോഗി. എൻ്റെ ഡോഗിൻ്റെ കളറല്ല, സോ എനിക്ക് അതിന് ഇഷ്ടമല്ല. എനിക്ക് വേറൊരു കളർ, എനിക്ക് ഈ മണ്ണിൻ്റെ കളറിലുള്ള ഡോഗിനെ വലിയ ഇഷ്ടമായിട്ടില്ല. നല്ല അവിടെ ഫസ്റ്റ് ഡോഗല്ലേ, പാവം ഉണ്ടാവും അല്ലടാ. ഓക്കെ, ഏടുന്ന ഒരു സോംബി മാമൻ്റെ ശബ്ദം. നമ്മളിനി എന്ത് ചെയ്യും? ഇവിടെ തുടരണോ അവിടെ തുടരണോ? എൻ്റെ മൈൻഡ് പറയുന്നത് നമുക്ക് അവിടേക്ക് പോവാം ഗൈസ്. ഞാൻ കുറച്ച് ബാമ്പു എടുത്ത് വെക്കാം ഗൈസ്. നമുക്ക് ബാമ്പു കുറച്ച് അവിടെ കുഴിച്ചിടാം. സ്ഥലമില്ലേ? ഓ ഗൈസ്, സ്ഥലം തോ നഹി ഹെ. ഇതടക്കട്ടെ, ഇതടക്കട്ടെ, ഇതിവിടക്കട്ടെ, ഇതിവിടക്കട്ടെ, ഇതും ഇവിടക്കട്ടെ. പിന്നെ ഏതെങ്കിലും ഇതിവിടെ ഒക്കെ ഉണ്ടോ? ഇതിവിടക്കട്ടെ, ഇതും ഇവിടക്കട്ടെ. അപ്പോൾ എല്ലാ ദിതുകളും ഞാൻ ആടെ എവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു സ്റ്റാക്ക് എടുക്കാം ഗൈസ്, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ അവിടെ സ്പോണിന്ന് വലിയ ദൂരമൊന്നും ഇല്ലല്ലോ അല്ലേ ഗൈസ്? അങ്ങോട്ട് 52. ഇതിപ്പോൾ അധികമായിരിക്കും ഗൈസ്. പോട്ടെ, നമുക്കിനി നേരെ അല്ല എത്രയായി നോക്കാമല്ലോ. വെറുതെ 2 അധികം. അത് പോട്ടെ ഗൈസ്. വേറെ കാര്യം ശ്രദ്ധിച്ചോ? പണ്ടാരം നമ്മുടെ തറവാടി ഇവരൊക്കെ ഉണ്ടോ ഇതിട്ടിട്ട്? Come on buddy, let's have some fun. ഇനി നമുക്ക് സ്ഥലത്തിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ പുതിയ സ്ഥലത്തേക്ക് യാത്ര തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങോട്ടൊക്കെ ഞാൻ വന്നില്ലേ, എന്നിട്ടും മോണ്ട ഞാൻ കണ്ടില്ല. അങ്ങോട്ടല്ലേ വില്ലേജ്? അങ്ങോട്ടാണോ? ഇപ്പം എന്താ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കുന്നത്? ഫോട്ടോ ഒന്ന് തിരിഞ്ഞ് കളിച്ചിട്ട് നമുക്ക് കുറച്ച് ഷുഗർ കെയിൻ കൊടുക്കാം. നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലം അങ്ങോട്ടാണ് ഗൈസ്. അത് മാത്രമല്ല, ശരിക്കും നമ്മുടെ തറവാടി വീടുണ്ടാക്കൽ കുറച്ച് എക്സ്പെൻസീവാണ് ഗൈസ്. പെട്ടെന്ന് ഗൈസ് ഫുഡ് തീരുന്നേ. വാട്ടറിന് ഒന്ന് കഴിക്കുന്നതിനെ കൊണ്ടാണോ? ഇപ്പോൾ ഇവൻ മാത്രമേ പുറത്തിറങ്ങി നടക്കുന്നുള്ളൂ അല്ലല്ലേ? വേറെ ഒരുത്തനും കൂടി ഉണ്ട്. എന്താവട്ടെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ വില്ലേജിൻ്റെ റെൻഡർ കിട്ടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവാം. അതായിരിക്കും ബെറ്റർ. നമ്മൾ എങ്ങോട്ടായിട്ട് കഴിഞ്ഞതിൽ പോയത് ഗൈസ്? മിഞ്ഞാ പോകുന്ന എന്നാ ഫുഡും കഴിച്ചോ? ഇപ്പല്ലേ ഞാൻ ഫുള്ള് ഇതാക്കിയേ. എൻ്റെ വീണ്ടും കുറഞ്ഞു. മിഞ്ഞി വറക്കുന്ന ചെടി എങ്ങോട്ടായിരുന്നത്? അയ്യോ
എങ്ങോട്ടായി? ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടല്ലല്ലോ. ഇതാണോ? അല്ലല്ലോ, ഇതല്ലല്ലോ. ആ ഗൈസ്, നമ്മളിതാ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. സോ യാ ഇതന്നെ. ഇങ്ങനെ നമ്മളവിടെ പുതിയ സ്ഥലത്തേക്ക് എത്തി. ഇനിയാണ് നമ്മളിവിടെ ഒരു കൊട്ടാരം സൃഷ്ടിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഇത് എവിടെ സെറ്റാകും ഗൈസ്? ഇപ്പോൾ ഇവിടെ നോക്കിയാൽ വില്ലേജ് ഒന്നും കാണുന്നില്ല. സോ ഗൈസ്, ഞാൻ എൻ്റെ മൈൻഡിലൊരു പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടെ. അങ്ങോട്ട് ഡെസേർട്ടാണോ? ഓ അതാവട്ടെ. ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഒരു നോർമൽ സർവൈവൽ ഹൗസ് ഉണ്ടാക്കാം. അതായിരിക്കില്ല ബെറ്റർ. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തറവാട് വീട് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതിന് കുറച്ചധികം കോൺക്രീറ്റ് ആണ് അതിന് വേണ്ടത്. പിന്നെ നമ്മുടെ ഡാർക്ക് ഓക്ക് വേണം. അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതിന് നിർബന്ധമായിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. സോ അത് ഉണ്ടെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി നമ്മൾ അപ്ഗ്രേഡ് ആവുമ്പോൾ സെറ്റാക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. വാട്ട് ഈസ് ദിസ് ഗെയിം? അപ്പോൾ ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പറയാൻ പറ്റില്ല. ഫുൾ ഓഫ് പൂക്കൾ. വീണ്ടും രാത്രിയായി. ഇവിടെ കുറേ ഹണി ബീൻ്റെ ഹണി അവസാനമല്ലേ, അതുണ്ട്. പോയി. ബെഡ് കയ്യിലില്ല. സോ ഇൻവെൻട്രി കയറി എടുക്കട്ടെ. മാത്രമല്ല നമുക്ക് നമ്മുടെ വില്ലേജിൽ നിന്ന് അല്ല വേണം, നമുക്ക് ഇവിടെ നിന്ന് തന്നെ 2 മരം വെട്ടിയിട്ട് ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഗൈസ്, ഏതോ ഒരു സോംബി കുണ്ടൻ്റെ വയ്യാതെ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറയാൻ സമ്മതിക്കില്ല. മച്ചു അടി വേണ്ട, വെറുതെ ഇവനെ കടിച്ച് നിൻ്റെ സമയം വെറുതെ കളയില്ല. അടി. ഗുഡ് ബോയ് ബേബി, ഗുഡ് ബോയ്. തീർന്ന് ഇനി അടുത്ത മാരണം. ചത്തോ? ചത്തു. പയ്യൻ ശവല. വെറുതെ നമ്മൾ റിസ്ക് എടുക്കണ്ട. പിന്നെ കുറച്ച് തീ കൂടെ നടത്തിക്കാം ഗൈസ്. ഗുഡ് ബോയ് ബേബി. റോട്ടൺ ഫ്ലഷ് വേണ്ട, വെറുതെ ഇനി അതിനെ കൊലക്കി കൊടുക്കണ്ട. അതെ ഗൈസ്, അടുത്ത മണ്ടര അടുത്ത തീ കൊണ്ട് സ്വയം ചാവുന്നു മണ്ടൈ. നമുക്ക് എന്തായാലും കുറച്ച് വുഡ് കട്ട് ചെയ്യാം. ഗൈസ്, അതുമാതിരി നമ്മുടെ സ്കിന്ന് ഞാൻ ഈ അടുത്താണ് ഉണ്ടാക്കിയത്, ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് അത് ക്രിയേറ്റ് ചെയ്തത്. അപ്പം തന്നെ ഞാൻ ആ രീതിയിലാണ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്കിന്ന് വെച്ചിട്ടാണ് ഞാൻ തമ്മിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അതുള്ള നിങ്ങളുടെ സജഷൻസൊക്കെ പറയാം ഗൈസ്. അതെടുത്ത ഒരു സ്കെലിട്ടൻ അപ്പിയുടെ സൗണ്ട്. നമുക്ക് ഇവിടുന്ന് മെല്ലെ സ്കൂട്ടാവാം. ക്യാരറ്റ് ഇന്ന് എത്ര എണ്ണം കയറും? ക്യാരറ്റ് 1.25 കയറും ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ യെസ് ഗൈസ്, നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് എന്താണുള്ളത്? പുഴ. ഈ പുഴയോട് ചേർന്നിട്ടൊരു സാധനം ഉണ്ടാക്കിയാലോ? എന്താ പറയുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് വേണോ? അത് നമ്മുടെ വില്ലേജിൻ്റെ സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ട് വേണം. ഇതല്ലേ ആണോ വില്ലേജിൻ്റെ സൈഡ്? അല്ലേ? ആ ഗൈസ്, ഇതാണ് നമ്മുടെ വില്ലേജിൻ്റെ സൈഡ് വരുന്നത്. സോ നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ ബോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഈ ലേക്ക് യൂസ് ചെയ്യാം.
ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കണേ? എന്താ വിശക്കണോ? ഇത് കുക്കടല്ലാത്തവനെ എടുക്കാൻ പറ്റും. ഓക്കെ കമോൺ. അപ്പോൾ അവന്മാർ ഈ സൗണ്ട് പിന്നെ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഉണ്ടോ നോക്കട്ടെ. അല്ലാത്ത ഉണ്ടായിട്ടില്ല കാര്യമൊന്നുമില്ല, എന്നെ കൊണ്ടാണ്. പ്രത്യേകിച്ചൊന്നും കാണാമല്ലേ ഗൈസ്. ഇവിടെ ഒരു പ്ലെയിൻസാണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ വേറെ ബ്ലോക്സ് പൊളിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതായത് ഈ ഗ്രാസ് പൊളിച്ചിട്ട് വേണമല്ലോ മറ്റേ നമ്മുടെ സർഫസ് ക്ലീൻ ആക്കട്ടെ നമ്മളിത് ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ ആവശ്യം വരില്ല. വേറെ പ്രത്യേകിച്ച് റിവ്യൂനാണോ അത്? അല്ല ഗൈസ്, വേറെ ഒന്നുമില്ല. ഒരു കേവ് പോലും അല്ല ഗൈസ് അത്. ഇനിയിപ്പോൾ ഇങ്ങനെ വന്നാൽ പെട്ടെന്ന് വേറൊരു വില്ലേജ്. വാ ഗൈസ്, ഇവിടെ അത്യാവശ്യം വലിയൊരു കേവും ഉണ്ട്. കേവാണോ അതോ നായി മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട്? ഗൈസ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെ കണ്ടിട്ട് അറിയാൻ പാടില്ല എന്നാലും. പക്ഷെ അധികം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ നമ്മൾ ചത്തുപോവുകയാണെങ്കിൽ നമുക്ക് റീസ്പോൺ ഇങ്ങോട്ട് വരാനുള്ള വഴി നമ്മൾ ആലോചിച്ച് വെക്കണം. സോ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ തറവാടി ഗെയിമറിൻ്റെ ഈ ഒരു തറവാടി വീഡിയോ കണ്ട എല്ലാ തറവാടികൾക്കും താങ്ക് യു. അടുത്ത വീഡിയോ നാളെ. അപ്പോൾ ചിൽ ദെൻ ബൈ.